രാത്രിയുടെ നിശബ്ദതയിൽ മഴത്തുള്ളികൾ ജനലിൽ പതിക്കുന്ന ശബ്ദത്തിനൊപ്പം നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കഥകളിലേക്ക് സ്വാഗതം. ഇത് സാധാരണ കഥകളല്ല. ഓരോ ഇരുണ്ട വഴിയിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഓരോ നിഴലിനും പറയാനുണ്ട് മറന്നുപോയ ഒരു കഥ. ഭയവും സൗന്ദര്യവും ചേർന്ന ഉറക്കത്തിനു മുൻപ് കേൾക്കാൻ ഏറ്റവും അനുയോജ്യമായ അമാനുഷിക കഥകളുടെ ലോകം. അതിനാൽ ലൈറ്റുകൾ അണയ്ക്കൂ, കണ്ണുകൾ അടയ്ക്കൂ, നിശബ്ദതയെ കേൾക്കൂ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കത്തിലേക്ക് ഒരു കഥ കടന്നു വരാൻ പോകുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മിസ്റ്ററി സ്റ്റോറീസ് ബൈ ഗൗരി. മഴയ്ക്കപ്പുറത്തെ വിളക്ക്. 3 ദിവസമായി ഗ്രാമത്തിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. വീടുകൾ തകർക്കുന്ന കാറ്റും മഴയുമല്ല, മൃദുവായ മഴ. മണ്ണിനോട് പതുക്കെ രഹസ്യങ്ങൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്ന മഴ. ഗ്രാമത്തിൻ്റെ അറ്റത്ത് പഴയൊരു വീടുണ്ടായിരുന്നു. തെങ്ങും കാട്ടുമുല്ലകളും ചുറ്റി നിന്ന ആ വീടിനെ എല്ലാവരും മഴത്തുള്ളി വീട് എന്ന് വിളിച്ചു. അവിടെ ആരും താമസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. കാരണം ഓരോ രാത്രിയും 12-ന് ശേഷം ആ വീടിൻ്റെ മുകളിലെ ജനലിൽ ഒരു ചെറിയ വിളക്ക് തെളിയും. അത് ഭയപ്പെടുത്തുന്ന പ്രകാശമല്ല, പക്ഷേ നോക്കാതിരിക്കാനാകാത്തൊരു മങ്ങലുള്ള വെളിച്ചം. ആ വിളക്ക് തെളിയുമ്പോൾ മഴ പോലും പതുക്കെയാകും. ലോകം മുഴുവൻ ആ വീടിൻ്റെ ശ്വാസം കേൾക്കാൻ നിശബ്ദമാകുന്നത് പോലെ. മീര ആ ഗ്രാമത്തിലെത്തിയത് മഴക്കാലത്തായിരുന്നു. നഗരത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നും ആളുകളുടെ ശൂന്യമായ സംഭാഷണങ്ങളിൽ നിന്നും അവൾ ക്ഷീണിച്ചിരുന്നു. അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് ആ വീട് മീരയുടെ പേരിൽ എഴുതി വച്ചിരുന്നു. അതിനാൽ കുറച്ച് ദിവസമെങ്കിലും അവിടെ താമസിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ഗ്രാമക്കാർ അവളോട് ഒരു കാര്യം മാത്രം പറഞ്ഞു: രാത്രി 12-ന് ശേഷം മുകളിലെ ജനലിലേക്ക് നോക്കരുത്. എന്തുകൊണ്ടാണെന്ന് ആരും പറഞ്ഞില്ല, മീരയും ചോദിച്ചില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. വീടിനുള്ളിൽ പഴയ മരത്തിൻ്റെ മണം നിറഞ്ഞിരുന്നു. മഴയുടെ നനവിൽ വീട് മുഴുവൻ ജീവനുള്ളതുപോലെ തോന്നി. രാത്രിയിൽ ജനലുകളിൽ മഴത്തുള്ളികൾ പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ മീരയ്ക്ക് ഒരു വിചിത്രമായ സമാധാനം തോന്നി. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ മുകളിൽ നിന്നും ഒരു